ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും അതുപോലെ ചോക്കോ ചിപ്സും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. രണ്ടും നമുക്ക് വെറും 1 മിനിറ്റിൽ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ നമ്മളിതിന് മുന്നേ കളർ സ്പ്രിങ്കിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഡാർക്ക് ബ്രൗൺ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ചീപ്പ് റേറ്റ് ആണ്, അപ്പോൾ നമുക്ക് ലാഭമാണ്. ഇനി നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇതുപോലത്തെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് എടുത്താലും മതി. അത് വെച്ചിട്ട് നമുക്കിതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബൗൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇത് നമ്മളധികം ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ആ ഒരു ചൂടൊക്കെ തട്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് തണുത്ത് പോകണ്ട, പക്ഷെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ അത്യാവശ്യം ചൂടൊക്കെ ആറി അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മുടെ കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് ചോക്കോ ചിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പ്രിങ്കിൾസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിതുപോലെ ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ലൈൻസായിട്ട് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പറിന് പകരമായിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഷീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. രണ്ടാണെങ്കിൽ നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനും പോലെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്പ്രിങ്കിൾസിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ സെറ്റായി കിട്ടും. പുറത്ത് വെച്ചാൽ തന്നെ സെറ്റാവും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമ്മുടെ ചോക്കോ ചിപ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എടുത്താൽ തന്നെ ഒരുപാട് ചോക്കോ ചിപ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ, നല്ല ലാഭമാണ്. അപ്പോൾ നമ്മുടെ സ്പ്രിങ്കിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്കോ ചിപ്സൊക്കെ നമുക്കിതുപോലെ അടർത്തിയെടുക്കാം. അതുപോലെ സ്പ്രിങ്കിൾസൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് അടർത്തിയാൽ തന്നെ അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഷീറ്റൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം അങ്ങ് വിടിയിച്ചിട്ടെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റാണ് ഈ ഒരു ചോക്കോ ചിപ്സിനൊക്കെ. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ ചോക്കോ ചിപ്സൊക്കെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്